ഹലോ ഗൈസ്, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ, ദ ഡാർക്ക് സൈഡ് ഓഫ് വാലന്റൈൻസ് ഡേ. AD 200കളുടെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന ഒരു റോമൻ രാജാവ് ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലത്ത് ഒരു നിയമം പാസ്സായി. ആ ചക്രവർത്തിയുടെ പട്ടാളത്തിൽപ്പെട്ട ഒരാളും ഇനി കല്യാണം കഴിക്കരുത്, പ്രേമിക്കരുത്. ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പുരോഹിതനായിരുന്നു ദ ഫാദർ സെന്റ് വാലന്റൈൻ. റോമൻ രാജാവ് അറിയാണ്ട് സെന്റ് വാലന്റൈൻ അന്നത്തെ കാലത്ത് ഒരുപാട് കമിതാക്കളെ ഒന്നിച്ചു ചേർത്തു, ഒരുപാട് കല്യാണങ്ങൾ നടത്തി. അങ്ങനെ ആ നാട്ടിലെ പ്രണയിനികളുടെ അല്ലെങ്കിൽ കമിതാക്കളുടെ കാണപ്പെട്ട ദൈവമായിരുന്നു ഫാദർ സെന്റ് വാലന്റൈൻ. ഇതറിഞ്ഞ റോമൻ രാജാവ് ഫാദർ വാലന്റൈനെ ജയിലിലാക്കി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് ആ ജയിലറയ്ക്കുള്ളിൽ വെച്ച് തന്നെ അവിടുത്തെ ജയിലറുടെ മകൾ ജൂലിയയായിട്ട് ഫാദർ സെന്റ് വാലന്റൈൻ പ്രണയത്തിലായി. കാഴ്ചശക്തി ഇല്ലായിരുന്ന ജൂലിയയ്ക്ക് പിൽക്കാലത്ത് ഫാദർ സെന്റ് വാലന്റൈൻ്റെ പ്രണയത്തിൻ്റെ തീക്ഷ്ണത കാരണം കാഴ്ചശക്തി വരെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ വിവരം അറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി ഫെബ്രുവരി 14 ഫാദർ സെന്റ് വാലന്റൈനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ വധശിക്ഷ നടപ്പാക്കിയ ദിവസമാണ് ഫെബ്രുവരി 14. ആ വധശിക്ഷയ്ക്ക് മുന്നോടിയായിട്ട് അദ്ദേഹം തൻ്റെ പ്രണയിനി ജൂലിയയ്ക്ക് ഒരു കത്ത് എഴുതി. ആ കത്ത് അവസാനിക്കുന്നത് ഫെയർവെൽ ഫ്രം യുവർ വാലന്റൈൻ എന്ന് പറഞ്ഞിട്ടാണ്. പിൽക്കാലത്ത് ഫാദർ വാലന്റൈനെ പ്രണയത്തിൻ്റെ ദൈവമായിട്ട് ആചരിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഡേ ആണ് ഇന്ന് വരുന്ന ജനത വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഞാനെങ്കിലും പ്രപ്പോസ് ചെയ്യാണെങ്കിൽ പോയി പ്രപ്പോസ് ചെയ്തു.